നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന ആരോപണത്തിൽ പ്രതികരിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ വ്യക്തതയില്ലെന്നും എന്നാൽ കോൺഗ്രസ് നടപടിയെടുത്തെന്നും പറഞ്ഞ അബിൻ രാഹുൽ എന്നും കോൺഗ്രസിന് മുതൽക്കൂട്ടായിരുന്നുവെന്നും പ്രതികരിച്ചു. CPM-ൽ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നവർക്കെതിരെ ഇപ്പോഴും നടപടി എടുത്തിട്ടില്ല എന്ന കാര്യവും അബിൻ വർക്കി ചൂണ്ടിക്കാട്ടി. രാഹുൽ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലോ തിരഞ്ഞെടുപ്പിന്റെ സമയത്തോ ആ തീരുമാനം പുനഃപരിശോധിക്കേണ്ടി വന്നാൽ നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അബിൻ വർക്കി പറഞ്ഞു. രാഹുൽ എന്നും കോൺഗ്രസിന് മുതൽക്കൂട്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ വ്യക്തതയൊന്നും വന്നിട്ടില്ല ആരോപണങ്ങൾക്ക് ഇപ്പോഴും. പക്ഷെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം, എപ്പോഴും സ്ത്രീപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ പാർട്ടി നേതൃത്വം കൂടിയാലോചിച്ച് ആ തീരുമാനമെടുത്തു. ആ സമയത്ത് തന്നെ ഇടതുപക്ഷത്ത് സമാനമായ ആരോപണങ്ങൾ നേരിട്ട് ഒരു നടപടിയും എടുക്കാതെ ഇപ്പോഴും സുഖലോലുപമായി ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഉയർന്ന മൂല്യബോധമുള്ള ധാർമ്മിക ബോധമുള്ള കോൺഗ്രസ് പാർട്ടി ആ തീരുമാനം എടുക്കുകയായിരുന്നു അദ്ദേഹത്തെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നത്. ആ തീരുമാനത്തിലാണ് ഇപ്പോഴും പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇനി രാഹുൽ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലോ തിരഞ്ഞെടുപ്പിന്റെ സമയത്തോ ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞാൽ നേതൃത്വം ആ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. എന്തായാലും നിർണായകമായ പ്രതികരണമാണ് അബിൻ വർക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനം പോയതിന് പിന്നാലെ ആ സ്ഥാനത്തേക്ക് അബിൻ വർക്കി വരുമെന്നതടക്കമുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നതാണ്. പക്ഷേ OJ ജനീഷാണ് ആ സ്ഥാനത്തേക്ക് എത്തിയത്. അബിൻ വർക്കി അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മുതൽക്കൂട്ടാണെന്ന പ്രതികരണം അബിൻ വർക്കി നടത്തിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ആശമാരുടെ സമര പന്തലിലെത്തിയിരുന്നു. ആ ഒരു വാർത്ത, ആ ഒരു സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സമരം ആശമാർ, അതായത് വനിതകളുടെ ആ സമരം അവസാനിപ്പിക്കുന്ന ആ ചരിത്ര നിമിഷത്തിൽ അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയത് വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പ്രത്യേകിച്ച് ലൈംഗികാരോപണ വിധേയനായ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നത്, അദ്ദേഹം സ്ത്രീകൾക്കടുക്കിലേക്ക് എത്തുന്നതൊക്കെ, അതും അമ്മമാർ അദ്ദേഹത്തെ ചേർത്തണയ്ക്കുന്നതൊക്കെ വലിയ രീതിയിലുള്ള ഒരു വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള സംഭവം തന്നെയാണ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവ് പിന്നാലെ മറ്റു ചില അഭ്യൂഹങ്ങൾക്ക് കൂടി അവിടെ വേദി ഒരുങ്ങിയിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിലെത്തുന്നു, സമരക്കാർക്കൊപ്പം സ്നേഹം പങ്കിടുന്നു. അതിന് പിന്നാലെ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ചെവിയിൽ എന്തോ പറയുന്നതിന് ശേഷം അദ്ദേഹം അപ്പോൾ തന്നെ മടങ്ങുന്നു. പിന്നാലെയാണ് ഉദ്ഘാടകനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതായത് സമരത്തിൻ്റെ സമാപനം ഉദ്ഘാടന ചടങ്ങിനെത്തിയ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്റ്റേജിൽ നിന്ന് പോയതിനു ശേഷമാണ് അവിടേക്ക് എത്തുന്നത്. ഇതാണ് പുതിയ അഭ്യൂഹങ്ങൾക്കും രാഷ്ട്രീയ കേരളത്തിലെ പുതിയ കഥകളിലേക്കും നയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു വ്യക്തത, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും യാതൊരു കഴിവില്ല എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം. ആശാപ്രവർത്തകരുടെ സമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതൃപ്തി എന്ന സൂചന എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവന്നതാണ്. രാഹുൽ മടങ്ങിയ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലിലെത്തിയത്. ഇതെല്ലാം നിരവധി സംശയങ്ങളിലേക്ക് നയിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും ഇത്തരം റിപ്പോർട്ടുകളെ തള്ളിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാവിലെ 11:30-ക്ക് സമരപ്പന്തലിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമരവേദിയിലെത്തി. അദ്ദേഹം സമരപ്പന്തലിൽ അല്പസമരം ഇരുന്ന് ആശാപ്രവർത്തകരോട് സംസാരിച്ചു. പക്ഷേ 11:30-ആയിട്ടും VD സതീശൻ എത്തിയില്ല. KPCC ആസ്ഥാനത്ത് ഭാരവാഹി യോഗം നടക്കുന്നതിനാൽ അദ്ദേഹം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് സമരപ്പന്തലിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നത്. ഒടുവിൽ 11:30 കഴിഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരപ്പന്തലിൽ നിന്നും മടങ്ങുകയായിരുന്നു. ഇതിനു പിന്നാലെ VD സതീശൻ സമരപ്പന്തലിൽ എത്തുകയും ചെയ്തു. ഇതാണ് പുതിയ ഒരു നിർവചനങ്ങളിലേക്ക്, അതായത് രാഹുൽ ആ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് VD സതീശൻ എത്തിയില്ല, രാഹുൽ പോയതിനു ശേഷം VD സതീശൻ എത്തി എന്ന തരത്തിലുള്ള ഒരു ഡെഫിനേഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു നിർവചനത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് ഇതാണ്. രാഹുൽ സമരവേദിയിൽ എത്തിയതിൽ പ്രതിപക്ഷ നേതാവിന് അതൃപ്തി ഉണ്ടാക്കി എന്നതടക്കമുള്ള അഭ്യൂഹങ്ങളിലേക്ക് നയിച്ചതും ഈ ഒരു സംഭവ വികാസങ്ങളാണ്. എന്താണ് യാഥാർത്ഥ്യം എന്നത് ചോദ്യമായി നിൽക്കുന്നുവെങ്കിലും ഇരുകൂട്ടരും ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളെയൊക്കെ തള്ളിയിരിക്കുകയാണ്. അതിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നാണ് ഇരുകൂട്ടരും വ്യക്തമാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതുകൊണ്ടല്ല വരാൻ വൈകിയതെന്നും ഭാരവാഹി യോഗം നടക്കുന്നതിനാലാണ് വൈകിയതെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് വ്യക്തമാക്കിയത്. തന്നെ സമരപ്പന്തലിൽ നിന്ന് ഇറക്കി വിട്ടതല്ലെന്നും ട്രെയിൻ പോകുമെന്നതിനാലാണ് സമരപ്പന്തലിൽ നിന്ന് നേരത്തെ പോയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. താൻ സമരത്തിന് എത്തിയത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വരാത്തതെന്ന വ്യാജ വാർത്ത വന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയുണ്ടായി. ആശാപ്രവർത്തകരുടെ സമരം തനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള വിഷയമാണ്.
MLA എന്ന നിലയിൽ താൻ ആദ്യമായി അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ആശമാരുടേതാണ്. ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടവരാണ് ഇവർ. 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ വേതനമായിട്ടില്ല. ഇവരുടെ ന്യായത്തിന് വേണ്ടി നടത്തുന്ന സമരമാണിത്. അന്ന് സമരത്തെ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1000 രൂപ പോലും കൂട്ടാനാകില്ല, ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്നാണ്. പക്ഷേ ഇപ്പോൾ 1000 രൂപ കൂട്ടി. അതുകൊണ്ട് എല്ലാം ആയെന്ന് താൻ പറയുന്നില്ല എന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ക്ഷണിച്ചിട്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ MLA എത്തിയതെന്ന് സമരസമിതിയും വ്യക്തമാക്കുകയുണ്ടായി. ആശാപ്രവർത്തകരുടെ സമരവേദിയിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ MLA എത്തിയത് സർക്കാരിനും ചെറിയ രീതിയിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടും ഇപ്പോഴും രാഹുലിനെ വിമർശിക്കുന്ന ചില നേതാക്കൾ, പ്രത്യേകിച്ച് DYFI അടക്കമുള്ളവർക്കൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു മറുപടിയായി ഇത് മാറിയിരിക്കുകയാണ്. കൈകൊടുത്തും കെട്ടിപ്പിടിച്ചുമാണ് ആശാപ്രവർത്തകർ രാഹുൽ മങ്കൂട്ടത്തിലിനെ വരവേറ്റത്. നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ആശമാരുടെ സമരവേദിയിൽ എത്തിയത്. സമ്മേളനം തുടങ്ങുമ്പോഴും രാഹുൽ മങ്കൂട്ടത്തിൽ സമരവേദിയിൽ ഉണ്ടായിരുന്നു. അതിനിടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്താൻ വൈകുന്നത് രാഹുൽ അവിടെയുള്ളത് കൊണ്ടാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല എന്ന് ഇരു കൂട്ടരും വ്യക്തമാക്കിയിരിക്കുകയാണ്. 12 മണിയുടെ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോകേണ്ടതിനാൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗം ചുരുക്കി പെട്ടെന്ന് മടങ്ങിയിരുന്നു. ഇതിനുശേഷം രമേശ് ചെന്നിത്തല സമരവേദിയിലെത്തി. അതിനു പിന്നാലെ രാഹുൽ വീണ്ടും അവിടെ എത്തി. ഇതാണ് വലിയ രീതിയിലുള്ള നാടകീയമായ ഒരു സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഒരുപാട് സംശയങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. ഇപ്പോഴും രാഹുൽ മങ്കൂട്ടത്തിലും VD സതീശനും ഇടയിലുള്ള പിളർപ്പ് ശക്തമായി നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്ന തരത്തിലേക്ക് ഈ സംഭവങ്ങൾ നയിക്കപ്പെടുകയുണ്ടായി. അതേസമയം പ്രതിപക്ഷവുമായി ബന്ധപ്പെടുത്തി വാർത്ത പ്രചരിപ്പിച്ചത് കുത്തിത്തിരിപ്പിന് വേണ്ടിയാണെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അമ്മമാർ ക്ഷണിച്ചത് കൊണ്ടാണ് സമരപ്പന്തലിൽ എത്തിയത്. അമ്മമാർ മക്കളെ ഇറക്കി വിടില്ല എന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു. അതേസമയം സമാനമായ ഒരു സംഭവം നേരത്തെ സംഭവിച്ചത്. അതായത് ഈ ലൈംഗികാരോപണം ഉയർന്നതിന് ശേഷം നിയമസഭാ സമ്മേളനം കൂടുന്നു. ഈ ആദ്യ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ എത്തുന്നു. പിന്നാലെ രാഹുൽ മങ്കൂട്ടത്തിൽ ഇവിടേക്ക് എത്തേണ്ടതില്ല എന്നൊരു നിലപാട് VD സതീശന് സ്വീകരിക്കുന്നു. പക്ഷെ അതിനെ മറികടന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ എത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അദ്ദേഹം നിയമസഭയിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിനെ തേടി ഒരു കുറിപ്പെത്തുന്നു. ഈ കുറിപ്പെത്തിയതിനു ശേഷം അദ്ദേഹം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതായത് ഈ ഒരു നിയമസഭയിലേക്ക് VD സതീശന്റെ എതിർപ്പ് അവഗണിച്ച് രാഹുൽ എത്തി. VD സതീശന് പറഞ്ഞിട്ടാണ് രാഹുൽ മടങ്ങിയത് എന്നടക്കമുള്ള വാർത്തകൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ പരന്നതാണ്. അതിന് പിന്നാലെയാണ് സമാനമായ സംഭവം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലും ആവർത്തിച്ചിരിക്കുന്നത്. വിവാദങ്ങൾക്കിടയിൽ നിയമസഭയിലെത്തിയ രാഹുൽ മങ്കൂട്ടത്തിൽ MLAയോട് സംസാരിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ ആരും കൂട്ടാക്കിയിരുന്നില്ല. പ്രതിപക്ഷ നിരയുടെ അവസാന കസേരയും കഴിഞ്ഞാണ് രാഹുൽ ഇരുന്നത്. ലീഗ് MLAമാർ മാത്രമാണ് രാഹുലിനോട് സഭയിൽ അന്ന് സംസാരിച്ചത്. ലീഗ് MLA UA ലത്തീഫ് രാഹുലിന്റെ അടുത്തെത്തി സംസാരിച്ചു. നജീബ് കാന്തപുരം, AKM അഷ്റഫ്, TV ഇബ്രാഹിം എന്നിവരും രാഹുലിനോട് സംസാരിച്ചിരുന്നു. സഭയിലെത്തി കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ രാഹുലിന് പുറത്തു നിന്നൊരു കുറിപ്പ് കിട്ടുന്നു. കുറിപ്പിന് മറുപടി നൽകിയതിന് പിന്നാലെ രാഹുൽ സഭ വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പുറത്തിറങ്ങി അകത്തു വന്നപ്പോഴാണ് കുറിപ്പ് കിട്ടിയതും രാഹുൽ സഭ വിട്ടത്.